P Fashions and Footwears, St. Anthony's ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് ഐമുറിക്കവല. ഒരാഴ്ചക്കിടെ 2 അപൂർവ സഹസ്രദള പത്മങ്ങൾ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ സന്തോഷത്തിലാണ് കൂവപ്പടി മദ്രാസ് കവലക്കടുത്ത ലക്ഷ്മി ഭവനിൽ കെ ശാരദ കുഞ്ഞമ്മ ടീച്ചർ. വേങ്ങൂർ മാർക്കോമ ഹൈസ്കൂളിൽ നിന്നും സംഗീത അധ്യാപികയെ വിരമിച്ച 80 വയസ്സുള്ള ശാരദ ടീച്ചർ തന്റെ പൂന്തോട്ടത്തിൽ താമരകൾക്ക് കൂടി സ്ഥാനം നൽകിയിട്ട് 4 വർഷത്തോളമായി. താമര വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വളരെയധികം പാടുപെട്ടു. ഇപ്പം ഈ സഹസ്രദളം കൂടാതെ ഏതെല്ലാം കുറഞ്ഞതായ റോസ് കളറ് താമരയുണ്ട്, മഞ്ഞ കളറുള്ള താമരയും ഉണ്ട്. അങ്ങനെ അതിനെ പരിപാലിച്ച് വേറെ പല ചട്ടികളിലായി പിടിപ്പിക്കാൻ എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. ഇത് കായുണ്ടാവും, പക്ഷെ ആ കാ നട്ട മുളച്ച് നമുക്ക് തൈയായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അഥവാ തൈ ഉണ്ടായാലും ഇങ്ങനെ നമുക്ക് കിട്ടുന്ന തൈയുടെ അത്രയും പെട്ടെന്ന് പൂവുണ്ടാവാനും സാധിക്കുമെന്ന് തോന്നണില്ല. 2000 ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കൃഷിയും പൂന്തോട്ട പരിപാലനവുമൊക്കെയാണ് ടീച്ചറുടെ ജീവിതം. വെള്ളയും ചുവപ്പും നിറത്തിലുള്ള സാധാരണ താമരപ്പൂക്കൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് സഹസ്രദളപത്മം വിരിഞ്ഞത്. കേരളത്തിന്റെ കാലാവസ്ഥയിൽ വളരെ അപൂർവമായി മാത്രം പുഷ്പിക്കുന്നവയാണ് സഹസ്രദളപത്മം. മുട്ടിട്ട് 2 ആഴ്ച കൊണ്ടാണ് പൂവ് വിരിയുക. വിദേശ രാജ്യങ്ങളിലടക്കം മറ്റു സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയിൽ വളർന്ന പുഷ്പിക്കുന്ന ഇവയെ വളർത്തി പരിപാലിച്ചെടുക്കുകയെന്നത് ഏറെ ശ്രമകരമായ പണിയാണ്. ആദ്യമായി ഉണ്ടായ സഹസ്രദളപത്മം ശാരദ ടീച്ചർ ചേലാമറ്റം കോട്ടയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്.